കിങ് ദ ലെജൻഡ് വിരാട് കോഹ്ലി എത്ര തവണയാണ് ഇന്ത്യൻ ടീമിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള അടിപൊളി ഇന്നിംഗ്സിൽ പ്രത്യേകിച്ചും ചേസിംഗ് നടക്കുന്ന സമയത്ത് വിരാട് കോഹ്ലിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത്. ടോപ്പ് ഓർഡർ മധ്യനിര ഇങ്ങനെ ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരുപാട് ഇന്നിംഗ്സുകളിൽ വിരാട് കോഹ്ലി നമ്മളിങ്ങനെ ചേസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇന്നും ചരിത്രം ആവർത്തിക്കും തന്നെയാണ് വിചാരിച്ചത്. ബട്ട് അൺഫോർച്യുനേറ്റ്ലി ഇറ്റ് വാസ് ടു ബിഗ് ടാസ്ക്. പ്രത്യേകിച്ചും ഹർഷിത് റാണ ഔട്ട് ആയതോടുകൂടി തന്നെ പിന്നെ വാലറ്റത്തിന്റെ കാര്യം അറിയാലോ. നമ്മുടെ ടൈലന്റ് എന്ന് പറയുന്നത് ദേ വന്നു ദാ പോയി എന്ന കാറ്റഗറി ആയതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. എങ്കിൽ പോലും വിരാട് കോഹ്ലി ഔട്ട് ആവുന്നതും വരെയും ഓരോ ഇന്ത്യൻ ആരാധകരും നമ്മൾ ഇന്ന് ജയിക്കുമെന്നൊരു പ്രതീക്ഷ നൽകിയിരുന്നു. ദാറ്റ് ഈസ് ദ പവർ ഓഫ് കിങ് വിരാട് കോഹ്ലി. T20 വേൾഡ് കപ്പിൽ അന്ന് പാകിസ്ഥാനെതിരെ 18 ബോളിൽ 48 റൺ അടിച്ച ഇന്നിംഗ്സ് ആയിരിക്കും പല ആൾക്കാരുടെ മനസ്സിൽ ഇന്ന് ജസ്റ്റ് ഫ്ലാഷ് ആയിട്ട് മിന്നി മറിഞ്ഞ് പോയിട്ടുണ്ടായിരിക്കും. ബട്ട് അൺഫോർച്യുനേറ്റ്ലി നമുക്ക് ജയിക്കാൻ പറ്റിയില്ല. ബട്ട് ദിസ് ഇന്നിംഗ്സ് വാസ് സംതിങ് സ്പെഷ്യൽ. ചേസ് മാസ്റ്റർ എന്ന് വിരാട് കോഹ്ലിനെ വിളിക്കുന്നതിന് ഒരു കാരണമുണ്ട്. ആ കാരണം മനസ്സിലാക്കി ഇന്നത്തെ ഇന്നിംഗ്സ് കണ്ടാൽ മതി. തന്റെ കരിയറിലെ 84ാമത്തെ സെഞ്ചുറിയാണ് ഇദ്ദേഹം കുറിച്ചത്. അൺഫോർച്യുനേറ്റ്ലി അത് വിജയത്തിൽ എത്തിക്കാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ ആ സെഞ്ചുറിയുടെ ശോഭ കുറച്ച് കുറയുന്നുണ്ടാവും. ബട്ട് സ്റ്റിൽ ഹി ഹാസ് ഗോട്ട് ഇറ്റ്. 2027 വേൾഡ് കപ്പിൽ വിരാട് കോഹ്ലി ഉണ്ടായിരിക്കും എന്നുള്ളതിൽ ഇനി യാതൊരു സംശയം വേണ്ട. വിരാട് കോഹ്ലിയാണ് ഇപ്പോഴും ഇന്ത്യയുടെ മിസ്റ്റർ ഡിപ്പെൻഡബിൾ. ഹാറ്റ്സ് ഓഫ് ടു വിരാട് കോഹ്ലി. ആൻഡ് വൺ മോർ തിങ്, ഹാറ്റ്സ് ഓഫ് ടു ഹർഷിത് റാണ ഓൾസോ. ഗംഭീർ കയറ്റിയതാണ്, ഗംഭീറിന്റെ കോട്ടയാണെന്നൊക്കെ പറഞ്ഞ ഒരുപാട് ചീത്തവിളികൾ കേട്ടിട്ടുണ്ടെങ്കിലും ടുഡേസ് ഇന്നിംഗ്സ് വാസ് സംതിങ് സ്പെഷ്യൽ. ഹർദിക് പാണ്ഡ്യയ്ക്ക് ശേഷം നമുക്കൊരു ഫാസ്റ്റ് ബോളിംഗ് ഓൾറൗണ്ടർ ആയിട്ട് കൊണ്ടുവരാൻ സാധിക്കുന്ന, വളർത്തിയെടുക്കാൻ സാധിക്കുന്ന ഒരു പ്ലെയർ ആണ് ഹർഷിത് റാണ എന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ആൻഡ് വെരി ബിഗ് കൺഗ്രാറ്റുലേഷൻസ് ടു ഹിം ഓൾസോ.